ഇവിടെ വിമാനത്തിന്റെ കാര്യം വന്നിട്ടുണ്ട്. കാത്തിരിപ്പിന് വിരാമമിട്ട് ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35Bയുടെ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള സാങ്കേതിക വിദഗ്ധർ തിരുവനന്തപുരത്തേക്ക് പറന്നിറങ്ങുകയാണ്. 17 പേരാണ് സംഘത്തിലുള്ളത്. വിദഗ്ധ സംഘത്തെ എത്തിച്ച ശേഷം ബ്രിട്ടീഷ് വ്യോമസേനയുടെ ട്രാൻസ്പോർട്ട് വിമാനമായ എയർബസ് A400 അറ്റ്ലസ് വിമാനം തിരികെ മടങ്ങുകയാണ്. റഹീസ് റഷീദ് നമുക്കൊപ്പം. റഹീസ് റഷീദ്, F-35Bയുടെ തകരാർ പരിഹരിക്കുന്നതിനായി കേമന്മാരെ ഇറക്കിയിരിക്കുകയാണ്. നമ്മളോട് നന്നാക്കാൻ പറയില്ല, നമ്മൾ ഇതൊക്കെ പഠിച്ചാലോ എന്ന് വെച്ച്. എന്തായാലും സാങ്കേതിക വിദഗ്ധരെയൊക്കെ ഇറക്കി അറ്റ്ലസ് വിമാനം തിരിച്ചുപോയോ? ഹലോ വിമാനം തിരിച്ചു പോവുകയാണ്. F-35Bയുടെ തകരാർ പരിഹരിക്കുന്നതിനായിട്ടുള്ള എയർബസ് A400 അറ്റ്ലസ് ആണ് ഇപ്പോൾ തിരിച്ച് പോകുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. റഹീസ് റഷീദ്, വിവരങ്ങൾ. സുജയ, ഇന്ന് രാവിലെയാണ്, ഇന്ന് ഉച്ചയ്ക്കാണ് 17 പേരടങ്ങുന്ന സാങ്കേതിക വിദഗ്ധരുമായി ബ്രിട്ടീഷ് വ്യോമസേനയുടെ 400 അറ്റ്ലസ് എന്ന വിമാനം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയത്. ഏതാണ്ട് 12:45 വിമാനം എത്തി. അതിലുണ്ടായിരുന്ന 17 സാങ്കേതിക പ്രവർത്തകരെ വിമാനത്താവളത്തിൽ ഇറക്കിയതിനു ശേഷം ഈ വിമാനം തിരിച്ചു പോവുകയാണ് അല്പസമയം മുമ്പ് ചെയ്തത്. നേരത്തെ ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഈ വിമാനത്തെ F-35 എന്ന ബ്രിട്ടന്റെ ഫൈറ്റർ ജെറ്റ് വിമാനത്തെ അതിന്റെ ചിറകുകൾ എടുത്തതിന് ശേഷം മറ്റൊരു വിമാനത്തിൽ കയറ്റി കൊണ്ടുപോകും എന്നതായിരുന്നു അഭ്യൂഹം. പക്ഷേ അതങ്ങനെയില്ല എന്ന് ഇന്ന് അറ്റ്ലസ് 400 വന്നപ്പോൾ തന്നെ വ്യക്തമായിരുന്നു. കാരണം C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനമാണ് ഈ മറ്റ് വിമാനങ്ങളെ കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള വിമാനം. ആ വിമാനം വരാതിരുന്നപ്പോൾ തന്നെ അക്കാര്യം വ്യക്തമായിരുന്നു. അതായത് F-35 വിമാനത്തെ പറപ്പിച്ച് തന്നെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് ബ്രിട്ടീഷ് സേന നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 17 സാങ്കേതിക പ്രവർത്തകർ എത്തിയത്. ഇനി ആ സാങ്കേതിക വിദഗ്ധരായിരിക്കും F-35B. അത് പരസ്യ ചിത്രത്തിലടക്കം ഇടം പിടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായ ആ വിമാനം നന്നാക്കാനുള്ള വിദഗ്ധരെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഹാങ്ങറിൽ നിന്ന് ഈ വിദഗ്ധരെത്തി ഈ വിമാനം പരിശോധിച്ച് അറ്റകുറ്റപ്പണികളൊക്കെ തീർത്ത് തിരിച്ചു കൊണ്ടുപോകുമായിരിക്കും.